അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹം എന്ത് നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അത് അദ്ദേഹമാണ് ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് പോകും. അല്ലല്ല, അത് അദ്ദേഹം തീരുമാനിക്കട്ടെ. അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി, ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി, UDFന്റെ പ്രവർത്തനവുമായി അദ്ദേഹം സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കുന്ന വ്യക്തിപരമായ തീരുമാനം. അല്ല, ഞാൻ പറയട്ടെ അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണ്. ആ തീരുമാനം അദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായം പറയും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നും പോസിറ്റീവാണല്ലോ, ഇപ്പോഴും പോസിറ്റീവ് തന്നെ. അദ്ദേഹത്തിന് രാഷ്ട്രീയം അറിയല്ലോ. അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് കൃത്യമായി ഗണിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളാണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂർ വഴി എങ്ങനെയും UDFൽ കയറിക്കൂടാനുള്ള അവസാന ശ്രമവും സാധിക്കാതെ വഴിയാധാരമാകുന്ന PV അൻവറിനെയാണ് ഇന്ന് കാണുന്നത്. നിലമ്പൂരിലെ സ്വാധീനം കാണിച്ച് കോൺഗ്രസിനെയും UDFനെയും വരുതിയിലാക്കാനുള്ള നീക്കം ആര്യാടൻ ഷൗക്കത്തിനെ ഇറക്കി കോൺഗ്രസ് ആദ്യ റൗണ്ടിൽ തന്നെ പൊളിച്ചു. വീണ്ടും ലീഗിന്റെ വാതിലിൽ മുട്ടിയ അൻവറിനോട് കോൺഗ്രസ് കൃത്യമായി കാര്യം പറഞ്ഞു. ആദ്യം നിലമ്പൂരിൽ സഹകരിക്കുക, ബാക്കിയൊക്കെ പിന്നെ. നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളാതെ ചീത്ത വിളിക്കുന്ന അൻവറിനോട് സ്വീകരിക്കേണ്ട ഒന്നാം തരം നിലപാട്. UDFൽ എത്തുന്നതിന് മുൻപേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ കൂടുതൽ സീറ്റ് വേണ്ടിവരുമെന്ന സമ്മർദ്ദം കൂടി ചെലുത്താൻ നോക്കിയ അൻവർ ഇപ്പോൾ കയ്യാലപ്പുറത്താണ്. നിലമ്പൂരിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയാതെ 2 ദിവസം കാക്കുമെന്ന് പറയുന്ന അൻവർ ഇനി എന്ത് കാത്തിരിക്കുകയാണ്? പിണറായിസത്തെ ഇല്ലാതാക്കുക ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച അൻവർ ആ ലക്ഷ്യത്തിനായി UDFനൊപ്പം നിൽക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ ശ്രീ മോഹൻ വർഗീസ്, ശ്രീ VPP മുസ്തഫ, ശ്രീ സേനാപതി വേണു, ശ്രീ CK ഷാക്കിർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ VPP മുസ്തഫ, അൻവറിനോട് UDFും കോൺഗ്രസും എടുത്തിരിക്കുന്ന ഈ നിലപാട്, അതിനെ എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? അല്ല, ഞങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായമോ വിസ്മയമോ ഇല്ലല്ലോ. അൻവർ സ്വയം കുഴിച്ച കുഴിയിൽ അയാൾ ചെന്ന് ചാടി എന്നല്ലാതെ ഇപ്പൊ അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു എത്തും പിടിയുമില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ചാനൽ ചർച്ചയിലൊക്കെ കേവലം ഒരു MLA ആയിരുന്ന ഒരാളെ ചർച്ച ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സിൽ ലഭിച്ചത് എങ്ങനെയാ? മഞ്ജുഷ, അത് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നപ്പോഴാണ്. അവിടെ നിലമ്പൂരിലെ ഒരു ഇട്ടാവട്ടം പൊളിറ്റിക്സിൽ മാത്രം ഉണ്ടായിരുന്ന, അവിടുത്തെ കോൺഗ്രസിൽ മാത്രം ഉണ്ടായിരുന്ന PV അൻവർ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ശ്രദ്ധിക്കുന്ന വിധത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗറായിട്ട് വന്നത്. അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് വന്നു, ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര MLA ആയി. അതിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ഇടതുപക്ഷ ഗവൺമെന്റിനെ കുറിച്ച്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച്, അതിൽ CPIMനെ കുറിച്ച്, അതിന്റെ നിലപാടുകളെ കുറിച്ച് അദ്ദേഹം എടുത്തിട്ടുള്ള സമീപനങ്ങൾ സ്വാഭാവികമായിട്ടും കേരളത്തിനകത്തും പുറത്തുമൊക്കെയുള്ള ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ വലിയ തോതിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്നു, അദ്ദേഹത്തെ പുകഴ്ത്തി, അദ്ദേഹത്തെ വാഴ്ത്തി. ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? അങ്ങനെയല്ലേ അദ്ദേഹം സംസ്ഥാനത്താകെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രൂപമായിട്ട് വന്നത്. പക്ഷെ PV അൻവറിനെ കൊണ്ടാണ് 2016ലും 2021ലും നിലമ്പൂർ എന്ന CPMന് ജയിക്കാൻ കഴിയാതിരുന്ന ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. തുടർച്ചയായിട്ട് UDF ജയിച്ചു വന്ന മണ്ഡലത്തിൽ LDFന്റെ ഒരു കൊടി നാട്ടാൻ കഴിഞ്ഞത് ഇതേ അൻവറിലൂടെയാണ്. അത് ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വന്നത്. അങ്ങനെ അതിനെ നിഷേധിക്കുകയല്ലോ മഞ്ജുഷ ഞാൻ ചെയ്തത്. അവിടെ നിലമ്പൂരിന്റെ ഒരു ചെറിയ വൃത്തത്തിനകത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ സംസ്ഥാനത്താകെ ഉള്ള ഒരു രാഷ്ട്രീയ ഫിഗറായിട്ട് വളരാൻ വേണ്ടി കഴിഞ്ഞത് ഇടതുപക്ഷത്തോടൊപ്പം അദ്ദേഹം ചേർന്നപ്പോഴാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെയും ഇടതുപക്ഷത്തിന്റെ നിലമ്പൂരിലെ വോട്ട് ബേസും കൂടി ചേർന്നപ്പോഴാണല്ലോ അദ്ദേഹത്തിന് വിജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ ഉണ്ടായ ഒരു നേട്ടം. അതിൽ പിന്നീട് ഇടതുപക്ഷത്തിന്റെ നിലപാടുകളെ അദ്ദേഹം പിന്തുണക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ അദ്ദേഹം നടത്തിയ പ്രസൻസിനെ കുറിച്ച് മഞ്ജുഷനും ബോധ്യമുണ്ടല്ലോ. അത് കേരളത്തിലാകെ പുറത്തുമുള്ള ഇടതുപക്ഷ അനുഭാവികൾ വലിയ രീതിയിൽ അതിനെ എൻഗേജ് ചെയ്യുന്നു. അങ്ങനെയല്ലേ അദ്ദേഹം ഒരു വലിയ നിലയിലേക്ക് വളർന്നു വന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ തീർത്തും സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി,
അങ്ങേയറ്റം സങ്കുചിതമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ ഇടപെടാൻ പാടില്ലാത്ത തരത്തിൽ, സംരക്ഷണം കൊടുക്കാൻ പാടില്ലാത്ത തരത്തിൽ ഉള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അദ്ദേഹം പുറത്തേക്ക് പോയത്. ആ പുറത്തേക്ക് പോയപ്പോൾ അദ്ദേഹം ആദ്യമെടുത്ത നിലപാടുകൾ, ആദ്യമെടുത്തതിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം ഈ 5-6 മാസം അദ്ദേഹം പുറത്തു പോയിട്ട് ഈ 5-6 മാസത്തിനിടയിൽ അദ്ദേഹം എടുത്ത നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളും വൈജാത്യങ്ങളും വിരുദ്ധോക്തികളും എല്ലാം നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ. ഞാനത് വിശദീകരിക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞ സ്റ്റാൻഡ് എന്താണ് പുറത്തു പോയത്, അവിടുന്ന് ഇപ്പൊ അദ്ദേഹം എത്തി നിൽക്കുന്ന സ്റ്റാൻഡ് എന്താണ്? അപ്പൊ അദ്ദേഹം കുടിച്ച കുഴിയിൽ അദ്ദേഹം വീണു എന്നല്ലാതെ അതിനകത്ത് ഇടതുപക്ഷത്തിന് വേറെ എന്തു പറയാൻ? ശരി ശരി ശ്രീ സേനാപതി വേണു, പിണറായിസത്തെ ഇല്ലാതാക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യമെന്നൊക്കെയാണ് PV അൻവർ തുടക്കം മുതൽ പറഞ്ഞു വരുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് അൻവർ പിന്മാറിയിട്ടുണ്ട് എന്ന തോന്നലുണ്ടോ? ഇന്ന് കോൺഗ്രസ് അടിവരയിട്ട് പറയുകയാണ് അൻവറിന് സഹകരിക്കാം നിലമ്പൂരിൽ UDF-നോട്, UDF സ്ഥാനാർത്ഥിയോട്. അത് കഴിഞ്ഞ് തീരുമാനം പിന്നെ എന്നാണല്ലോ. അൻവർ ഉദ്ദേശിക്കുന്നത് UDF-ൽ കടന്നുകൂടുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവറിനെ UDF-ൽ എടുക്കാൻ സന്നദ്ധമായിരുന്നു. അത് ഇന്നലെ VD സതീശൻ പറഞ്ഞതുമാണ്, ഞങ്ങൾ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്. പിന്നെ അൻവർ തന്നെ കുഴിച്ച കുഴിയിൽ അൻവർ ചാടുകയാണോ ചെയ്തിരിക്കുന്നത്? ഷൗക്കത്തിനെ ചീത്ത വിളിക്കുക, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആവശ്യമായ സീറ്റുകൾ പോലും അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് ഇന്നത്തെ അണിയറ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അൻവറിനെ ഇനി വേണ്ട, ഇങ്ങോട്ട് സഹകരിച്ചാൽ അങ്ങോട്ടാവാം എന്ന കൃത്യമായ നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണോ ഇപ്പോൾ? അതായത് അൻവറിനെ അത്ര കണ്ട് വിശ്വസിക്കേണ്ട എന്ന്. കഴിഞ്ഞ ജാനുവരി 13-ാം തീയതിയാണല്ലോ അൻവർ തൻ്റെ നിയമസഭാ അംഗത്വം രാജിവെക്കുന്നത്. അപ്പോൾ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളൊക്കെ കേരളത്തിൽ നടത്തി. ഇനി എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിയെ താഴെ ഇറക്കുക, അതിനുശേഷം മാത്രമേ ഞാൻ വിശ്രമിക്കൂ. പണ്ട് രാജ്നാരായണൻ പറഞ്ഞതുപോലെ ഇന്ദിരാഗാന്ധിയെ താഴെ ഇറക്കിയതിന് ശേഷമേ ഞാൻ എൻ്റെ താടി വടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം വലിയൊരു പ്രതിജ്ഞയുമായിട്ടാണല്ലോ വന്നത്. ഇനി എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പിണറായിയെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത് എവിടെയാ തുടങ്ങിയതെന്ന് നമുക്കറിയാം. മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കക്കാടം പൊയ്കയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് എന്തോ സാധനം മോഷണം പോയതിന് കൊടുത്ത പരാതി അത് പരിഗണിച്ചില്ല എന്ന് അദ്ദേഹം SPA വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹം അതിൽ ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞത് സുജിത് ദാസിന് നേരെയുള്ള SP സുജിത് ദാസിന് നേരെയുള്ള ആരോപണം, അതിനുശേഷം ADGP MR അജിത് കുമാറിന് നേരെയുള്ള ആരോപണം, ഇങ്ങനെ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് പിണറായി ഗവൺമെന്റിനെതിരെ എന്താ പറയുക അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നത്. ആ നിലപാടുകളിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കുറെ കാര്യങ്ങളിൽ വസ്തുതയുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഇവിടുത്തെ പ്രശ്നം അൻവറിന് ഞങ്ങളുടെ മുന്നണിയിൽ പ്രവേശനമുണ്ടോ? സ്വാഭാവികമായും മുന്നണി പ്രവേശനത്തിന് ഞങ്ങൾ അതിന് വാതിൽ തുറന്നിട്ടതാണ്, അതിന് തടസ്സമില്ല. പക്ഷേ ഇപ്പൊ അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഏത് പാർട്ടിയാണ് അത്? മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന പശ്ചിമ ബംഗാളിൽ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ആ പാർട്ടി കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമല്ല. അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശനത്തിന് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്കറിയാം, പാലാ MLA മാണി സി കാപ്പൻ, അദ്ദേഹം NCP-യിലായിരുന്നു, അവിടുന്ന് മാറി പിന്നെ അദ്ദേഹം തന്നെ സ്വന്തമായ ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ചു. അദ്ദേഹം ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉണ്ട്, ഞങ്ങളുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം നിൽക്കുന്നു. ശ്രീമതി KK രമയും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അങ്ങനെ നിൽക്കുകയും പടിപടിയായി ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് പ്രവേശനത്തിനുള്ള വാതിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഒരുക്കുകയും ചെയ്തതാണ്. പക്ഷേ അദ്ദേഹം UDF-ന്റെ സ്ഥാനാർത്ഥി ആര് ആകണം എന്ന് ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അത് ഏതായാലും അംഗീകരിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇന്നയാളായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. ഒന്നാന്തര നിലപാടാണ് കോൺഗ്രസ് ഇത്തവണ എടുത്തിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ നിലപാടെടുക്കാതെ കുഴങ്ങുന്ന കോൺഗ്രസിനെ അടുത്ത കാലത്ത് കണ്ടിരുന്നു. അത് കോൺഗ്രസിന്റെ പിന്നോട്ടടിക്കും കാരണമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു നിലപാട് കോൺഗ്രസ് എടുത്തു. അൻവറിനോട് പറഞ്ഞു ഞങ്ങളായിരിക്കും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക എന്ന്. അപ്പോൾ അതിന് പിന്നാലെ ഇന്ന് VD സതീശൻ പറഞ്ഞ കാര്യവും വളരെ വ്യക്തമാണ്. ഒന്നുകിൽ സഹകരിക്കാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള സന്ദേശം നൽകിക്കഴിഞ്ഞു. അതായത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല എന്ന് തന്നെയല്ലേ അത്? അതോ ചർച്ചകൾ ഉണ്ടാവും എന്നാണോ? ഒരു ഉറപ്പ് അൻവറിന് നൽകും എന്നാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത് സതീശന്റെ ഇന്നത്തെ വാക്കുകളിൽ നിന്ന്?
അല്ല, പ്രതിപക്ഷ നേതാവ് ഇന്ന് വളരെ മയമായിട്ടല്ലേ പറഞ്ഞത്? കാരണം അദ്ദേഹം വളരെ സൗമ്യമായിട്ടാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടപ്പം അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു. അന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ പിൻവലിച്ചതിന് ശേഷം അവരുടെ DMK അല്ലെങ്കിൽ അന്നത്തെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ സുധീറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നും പറഞ്ഞ് ചേലക്കരയിൽ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ അന്ന് VD സതീശന്റെ സ്വരം നമ്മൾ കേട്ടതാണ്. അൻവർ തമാശ പറയരുത് എന്നാണ് അന്ന് അദ്ദേഹം. അത് ശരിയാണ്, അത് നല്ല കാര്യമായിരുന്നു അന്ന്. പക്ഷെ ഇവിടെ ഈ അൻവർ വേണ്ട എന്നൊരു നിലപാടങ്ങ് എടുക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇനി അൻവർ ഇല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിക്കാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു തോന്നലുണ്ടോ UDF-ന്? അതോ ഈ ലീഗിന്റെ സമ്മർദ്ദമാണോ ഇവിടെ പ്രശ്നമാകുന്നത്? ലീഗിന് അൻവർ വേണമെന്നാണല്ലോ. അല്ല, ഇപ്പോ ഞങ്ങള് UDF മൊത്തത്തിൽ ചർച്ചയിലും കോൺഗ്രസിലും അൻവർ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷെ ഒരു ബലവേഷന്റെ ഭാഗമായി ഇന്നയാള് സ്ഥാനാർത്ഥിയാകണം, എനിക്കും എന്റെ പാർട്ടിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ന സീറ്റുകൾ വേണം എന്ന ചില എന്താ പറഞ്ഞ ഒരു മുൻ പ്രഖ്യാപനങ്ങളുമായി UDF-ൽ വന്നു കഴിഞ്ഞാൽ അത് UDF-ന് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. അൻവർ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യം അത് പിണറായിസോ അവസാനിപ്പിക്കുക എന്നാണ്. അത് തന്നെയാണ് UDF-ന്റെയും പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി UDF പോരാടുമ്പോൾ ഞങ്ങളെ സഹായിക്കാനുള്ള ബാധ്യത അൻവറിനുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ VP മുസ്തഫ സൂചിപ്പിച്ചതുപോലെ അൻവർ മാത്രം ഉണ്ടാക്കി വെച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അൻവറിനെ 2026 വരെ അൻവറിന് ആ നിയമസഭയിൽ ഇരിക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ടായിരുന്നു. അൻവർ തന്നെയാണ് അത് വേണ്ട എന്ന് വെച്ചത്. അൻവർ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം പിണറായിസോ അവസാനിപ്പിക്കാനാണ്. ആ പിണറായിസോ അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിൽ അൻവറിന് ഇപ്പോൾ കരണീയമായിട്ടുള്ളത് നിരുപാധികമായിട്ട് ഞങ്ങൾക്ക് പിന്തുണ നൽകുക. ശരി, ഒരു മണിക്കൂറിനുള്ളിൽ തന്റെ നിലപാട് പറയാമെന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഈ നിലപാട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീ CK ഷാക്കിർ, ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസും UDF-ഉം ഒക്കെ ഒറ്റക്കെട്ടായി തീരുമാനിച്ച സ്ഥാനാർത്ഥിയാണ്. ആ ആര്യാടൻ ഷൗക്കത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്നലെ PV അൻവർ പറഞ്ഞത്? LDF-നൊപ്പം ചേർന്ന് LDF സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. അതിന് ചർച്ചകൾ പോലും നടത്തിയിട്ടുണ്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് PV അൻവർ പറഞ്ഞതാണ്. എന്നിട്ട് അതേ PV അൻവറിനെ ഇന്ന് എന്തിനാണ് ലീഗ് സ്വീകരിച്ചിരുത്തിയത്? ആട്ടി പുറത്താക്കേണ്ടതല്ലായിരുന്നു? അല്ല, പിണറായി വിജയനെ PV അൻവർ അടുത്ത കാലത്ത് പറഞ്ഞതൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ? അത് കേരളീയ ജനത അംഗീകരിച്ചതാണല്ലോ. അത് നിലമ്പൂരിലെ വന്യജീവി ആക്രമണമാണെങ്കിലും മറ്റ് പോലീസിലെ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞത് അംഗീകരിക്കണമെന്നാണോ ശ്രീ CK ഷാക്കിർ പറയുന്നത്? ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ പറഞ്ഞത് വിശ്വസിക്കണമെന്നാണോ? മനുഷ്യ പറയട്ടെ. അതായത് കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ ഭൂരിപക്ഷത്തിൽ 19-ാം തെരഞ്ഞെടുപ്പ് നടന്ന് 23-ാം റിസൾട്ട് വരുമ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ UDF നിലമ്പൂരിൽ വിജയിച്ച് കയറുന്നത് തർക്കമില്ല. കാരണം UDF-ന്റെ മണ്ഡലമാണ് നിലമ്പൂരിൽ. 2 തെരഞ്ഞെടുപ്പിൽ ചെറിയ വോട്ടിന്റെ മാർജിനിൽ LDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് UDF-ന്റെ കോട്ട UDF തിരിച്ചുപിടിക്കും. ആ തിരിച്ചുപിടിക്കലിൽ അൻവറിന്റെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ പിണറായിസത്തെ പരാജയപ്പെടുത്താൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വരുത്തുന്നതിൽ സന്തോഷമാണ്. അതൊരു ആത്മവിശ്വാസമില്ലായ്മയാണ്. നിങ്ങൾ UDF-ന്റെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞയാളാണ് PV അൻവർ. അത് നിസ്സാരമായിട്ടല്ല തള്ളിപ്പറഞ്ഞത്. LDF-ന്റെ ചാരനാണ് എന്ന രീതിയിലാണ്. LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് ചർച്ച നടത്തിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ PV അൻവറിനെ ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം രാഷ്ട്രീയം അറിയുന്ന വ്യക്തിയാണ് എന്നാണ് PV അൻവർ പറഞ്ഞത്. അപ്പോൾ ലീഗിന് താല്പര്യമുണ്ട് അൻവറിനെ കയറ്റാൻ. പക്ഷേ സതീശൻ ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകിയാൽ മാത്രം ആലോചിക്കാമെന്നാണ്. പക്ഷേ ലീഗിന് അത്ര കടുത്ത നിലപാട് അൻവറിനോട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞു പോവല്ലേ? ലീഗിന്റെ കോൺഗ്രസിന്റെ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നതിൽ കൃത്യമായി VD സതീശൻ കോൺഗ്രസ് അഭിപ്രായം പറഞ്ഞു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് കേരളക്കരയിൽ ആളുകൾ വളരെ പ്രതീക്ഷയോടെ പിണറായി സത്തെ കൂത്തറിയാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ സെമി ഫൈനലാണ് ഈ 19-ാം തീയതി നിലമ്പൂരിൽ നടക്കുന്നത്. അതിന്റെ കാരണക്കാരാണ് LDF സർക്കാരാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച ആളായിരുന്നു PV അൻവർ. അദ്ദേഹം അല്ലേ രാജിവെച്ചത്? അദ്ദേഹം രാജിവെക്കാനുള്ള കാരണം എന്താണ്? കോൺഗ്രസ് മുസ്ലിം ലീഗ് ആണോ? ഈ പിണറായി വിജയന്റെ ദുർഭരണവും ജനവിരുദ്ധവുമായ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുകൊണ്ടല്ലേ രാജിവെച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ തെരഞ്ഞെടുപ്പ് വന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സീറ്റാണ്. കോൺഗ്രസ് UDF-ന് വേണ്ടി അവിടെ മത്സരിക്കുന്നു. അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മിടുക്കരായ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയിൽ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടല്ലേ കോൺഗ്രസ് UDF ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് പിണറായിയെ തോൽപ്പിക്കാൻ ഈ കേരളീയ ജനങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിൽ അൻവർ കൂടി ചേരുമ്പോൾ സന്തോഷമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ കോൺഗ്രസിന്റെ നിലപാട് പോലെ അത്ര ശക്തമായ നിലപാട് ലീഗിന് വന്നിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാക്കളും ഇന്ന് പരസ്യമായിട്ട് അൻവറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. ചില ചോട്ടാ നേതാക്കൾ മാത്രമാണ് കണ്ടത്. അത് അവരവരുടെ വ്യക്തിപരമായ കാര്യം ഇന്ന് VD സതീശൻ പറയുകയും ചെയ്തു. പക്ഷേ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ഒരുപാട് ചീത്ത വിളിച്ച PV അൻവറിനെ സ്വീകരിച്ചിരുത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയും സംഘവുമാണ്.
നിങ്ങൾ മഞ്ജുഷ വെറുതെ പിന്നെ എന്താ പറയാ അനാവശ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുപോവാണ്. ഇത് നിലമ്പൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 23-ാം തീയതി റിസൾട്ട് വരുമ്പോ കേരളത്തിൽ CPM അന്തം വിട്ടു നിൽക്കും. വൻ ഭൂരിപക്ഷത്തിൽ അടുത്ത 26-ലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിണറായി എങ്ങനെയാണ് തൂത്തെറിയുക എന്നുള്ളതിന്റെ സാമ്പിൾ വെടിക്കെട്ടായിരിക്കും ഏപ്രിൽ 23-ാം നിലമ്പൂരിൽ കാണുക. ആ കൂട്ടത്തിൽ അൻവർ ഉണ്ടാകും. UDFന് ആരുടെയും ശൗക്കത്തിന് വേണ്ടി വോട്ട് ചെയ്യിക്കാനും അൻവർ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അൻവർ ഉയർത്തിയിട്ടുള്ളത് പിണറായി സത്യത്തിനെതിരെയുള്ള പോരാട്ടമാണ്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ എന്നുള്ളത് ഐക്യജനാധിപത്യ മുന്നണി സീറ്റാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഓർമ്മയില്ലേ, 2000 വോട്ടിനാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവിടെ തോറ്റിട്ടുള്ളത്. അതും മറികടന്ന് വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ 23-ാം തീയതി തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലേക്ക് കടന്നു ശരി അത് ആത്മവിശ്വാസം മാത്രമല്ല, അവിടെ UDFന് അനുകൂലമായ ഒരു സീറ്റ് തന്നെയാണ് ആ മണ്ഡലത്തിന്റെ ഘടന വെച്ച് നോക്കിയാൽ. 2016-ലും 21-ലും അൻവറിലൂടെ അത് പിടിച്ചെടുക്കുകയായിരുന്നു LDF ചെയ്തത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, PV അൻവർ മത്സരിക്കുമോ ഇല്ലയോ? താങ്കൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണം എങ്ങനെയാണ്? PV അൻവറിന് മത്സരിക്കാൻ ആവില്ല എന്നാണ് എൻ്റെ പ്രാഥമിക നിഗമനം. കാരണം മത്സരിച്ചാൽ അത് കേവലം ഒരു 10,000 വോട്ടിനകത്ത് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മരണം അവിടെ സംഭവിക്കും. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മാത്രം സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ഓറയോ ഗ്ലാമറോ ഒന്നും തന്നെ ഇല്ല. അൻവർ ഉയർത്തിയ ആൻറ്റി പിണറായിസം അത് UDFന് വോട്ടായിട്ട് മാറുകയും UDF ആണ് അവിടെ LDFനെ പരാജയപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു ചോയ്സ് എന്ന് നിലമ്പൂർ ജനങ്ങൾ തീരുമാനിച്ചാൽ അൻവറിന് PC ജോർജിൻ്റെ, പൂഞ്ഞാറിലെ PC ജോർജിൻ്റെ അതേ ഗതി വരും. അതുകൊണ്ട് 2 ഓപ്ഷൻ ഇപ്പോൾ അൻവറിന് മുൻപിലുണ്ട്. ഒന്ന്, നിരുപാധികം UDFനെ പിന്തുണയ്ക്കുക. നിരുപാധികം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി കർശനമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് കോൺഗ്രസിനും UDFനും ഒന്നും അത്ര പരിചിതമല്ലാത്ത, സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങുന്ന ഒരു പാർട്ടി എന്ന പേരുദോഷം മുൻകാലങ്ങളിൽ കേട്ടിട്ടുള്ള കോൺഗ്രസ് ഈ അൻവറിനെ, ആര്യാടൻ ഷൗക്കത്തിന് കൈ കൊടുക്കുവാൻ PV അൻവറിന് കഴിയുമോ? രാഷ്ട്രീയമാണ്, ഒന്നും പറയാൻ പറ്റില്ല. അൻവറും ഈ രാഷ്ട്രീയ ചാഞ്ചാട്ടമൊക്കെ ശീലിച്ചയാളാണ്, അതുകൊണ്ട് കൈ കൊടുക്കാൻ കഴിയും ഇല്ലേ ഷൗക്കത്തിന്? കഴിയും. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിന് കൈ കൊടുത്താൽ ഇറ്റ് ഇസ് എ വിൻ സിറ്റുവേഷൻ ഫോർ UDF ആൻഡ് അൻവർ. ഇത് അൻവറിന് നന്നായി അറിയാം, UDFന് നന്നായി അറിയാം. അതേസമയം കടുത്ത വിലപേശൽ അൻവർ ഈ സാഹചര്യത്തിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ, ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ പ്രഖ്യാപനം വരുമെന്ന് പറയുന്നു. അത് വന്നില്ല എങ്കിൽ ഇനി ഒരു 24 മണിക്കൂറും കൂടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരമാവധി നാമനിർദ്ദേശം കൊടുക്കുന്ന ആ നിമിഷം വരെ കാത്തിരുന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വരും അൻവറിന്. ആ തീരുമാനം മനസ്സോടെയാണെങ്കിലും UDF ക്യാമ്പിൽ പിന്നീട് ഇലക്ഷന് ശേഷം ഒരു ഘടകകക്ഷിയായി ചേർക്കാം, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് മെമ്പറായി ചേർക്കാം. അത് ഫുൾ മെമ്പറായി ചേർക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം അൻവർ അവിടെ വിലപേശൽ നടത്തിയിട്ടുണ്ട്. അൻവർ ഇപ്പോൾ തന്നെ UDFലാണ് എന്ന രീതിയിലുള്ള വിലപേശൽ തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു സീറ്റല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്, 1-ലേറെ സീറ്റുകളാണ്. ഈ ലീഗിന്റെ മിക്കവാറും തിരുവമ്പാടി അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും മത്സരിക്കുന്നതിന് വേണ്ടി. നിലമ്പൂർ സാധ്യമല്ലല്ലോ. അപ്പോൾ 2ാമത്തെ സീറ്റ് കൂടി പറയുമ്പോൾ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അത് ലീഗിന്റെ അക്കൗണ്ടിൽ നിന്ന് ആയിക്കോട്ടെ എന്ന്. കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ എന്തായാലും പറ്റില്ല. ഇങ്ങനെയുള്ള വിലപേശൽ അൻവർ നടത്തുകയാണ്. അതിനുവേണ്ടിയാണ് PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള സന്ദർശനമൊക്കെ വരുന്നത്. ഏതായാലും ശ്രീ മഞ്ജുഷ്, മലപ്പുറത്തെ 4 സീറ്റ്, 18 സീറ്റിൽ 4 സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളാണ്. 2 സീറ്റുകൾ ഏറനാടും വണ്ടൂരും നിലമ്പൂരും കോൺഗ്രസിൻ്റെ കിഴക്കൻ മേഖലാ സീറ്റുകളാണ്. മറ്റേ 2 ജയിക്കാൻ സാധ്യതയില്ലാത്ത 2 സീറ്റുകളാണ്. അങ്ങനെയുള്ള 4 സീറ്റുകളിൽ ഒന്നുപോലും കോൺഗ്രസിന് വിട്ടുകൊടുക്കാനാവില്ല, അൻവറിന് വേണ്ടി വിട്ടുകൊടുക്കാനാവില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വന്നാൽ അൻവറിൻ്റെ ഏക ബുദ്ധിമുട്ട് വ്യക്തിപരമായ വിഷയമൊന്നുമല്ല. ആര്യാടൻ ഷൗക്കത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റ് കൊടുക്കേണ്ടി വരും. ആര്യാടൻ ഷൗക്കത്ത് അത് കുത്തക മണ്ഡലമായി മുന്നോട്ട് കൊണ്ടുപോകും. VS ജോയ് ആയിരുന്നു എങ്കിൽ, അതുകൊണ്ടാണ് VS ജോയുടെ പേര് മുൻകൂട്ടി പറഞ്ഞത്, ഒരുപക്ഷെ തിരുവമ്പാടിയിലേക്കോ വേറെ ഏതെങ്കിലും ഒരു സീറ്റിലേക്കോ മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇവിടെ വേരുറച്ചു കഴിഞ്ഞാൽ അൻവറിന് തിരിച്ചു വരാൻ സാധിക്കില്ല. ഇപ്പോൾ വിലപേശുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ കിറ്റിയിൽ നിന്നും ഒരു സീറ്റും മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടായിൽ നിന്നും ഒരു സീറ്റും, അതിൽ ഒരെണ്ണമെങ്കിലും വിജയസാധ്യതയുള്ള, തനിക്കെങ്കിലും വിജയസാധ്യതയുള്ള ഒരു സീറ്റ് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എവിടെയെങ്കിലും ലഭിക്കണമെന്നാണ്. അല്ല എങ്കിൽ രാഷ്ട്രീയ അനാഥത്വമായിരിക്കും. അതുകൊണ്ട് വളയ്ക്കുകയും ചെയ്യാവൂ, ഊട്ടിക്കരുത് എന്നൊരു പ്രമാണമുണ്ട്. അൻവർ മത്സരിച്ച് രാഷ്ട്രീയ ആത്മഹത്യക്ക് തീരുമാനിച്ചാൽ പോലും അവിടെ UDFന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? നിലമ്പൂരിൽ LDFന് അനുകൂലമായ ഒരു സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടോ ഇപ്പോൾ? അത് വലിയൊരു ചോദ്യമാണ്. സ്ഥാനാർത്ഥി പോലും ആയിട്ടില്ല ഇതുവരെ. ശ്രീ മഞ്ജുഷ്, അത് വളരെ വലിയ ചോദ്യമാണ്. അൻവർ 3ാം സ്ഥാനാർത്ഥിയായി
തൃണമൂലിൻ്റെ ബാനറിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും UDF സ്ഥാനാർത്ഥി ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരികയും ചെയ്താൽ അൻവറിന് പിന്നെ രാഷ്ട്രീയ ഭാവിയേ ഇല്ല. അത് LDF ഊറിച്ചിരിക്കും, UDF അത്യധികം ആഹ്ലാദത്തിലായിരിക്കും. അതുകൊണ്ട് വിലപേശി കക്ഷി UDFൽ ചേർന്നിട്ടില്ല. അതിന് മുൻപ് തന്നെ ശക്തമായ വിലപേശലിലൂടെ UDF സംവിധാനത്തിനെയും കോൺഗ്രസിനെയും മുൾമുനയിൽ നിർത്താം എന്ന അൻവറിൻ്റെ മോഹമാണ് കോൺഗ്രസിൻ്റെ കടുത്ത പ്രയോഗത്തിലൂടെ പൊലിഞ്ഞു പോയത്. ശരി, അത് മാത്രമല്ല ഇപ്പോൾ LDF ആഗ്രഹിച്ചിരുന്നുവല്ലോ ശ്രീ VPP മുസ്തഫ, ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന്, ആരെങ്കിലും പിണങ്ങി അങ്ങോട്ട് ഇറങ്ങുമെന്ന്. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചതോടുകൂടി ആ ഒരു പ്രതീക്ഷയും പോയിരിക്കുകയാണല്ലോ LDFന്. സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോവുകയാണ്. എന്താണ് പ്രശ്നം? മഞ്ജുഷേ, തീരെ ലഘുവായി കാര്യങ്ങളെ കാണരുത്. ഈ നിലമ്പൂർ മണ്ഡലം 2016 ഉണ്ടായതല്ലല്ലോ. അൻവർ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമ്പോഴും നിലമ്പൂർ മണ്ഡലം ഉണ്ടായിരുന്നു. അന്നും ഇടതുപക്ഷം അവിടെ മത്സരിച്ചിട്ടുണ്ട്. CPIM-ന്റെ സ്ഥാനാർത്ഥികൾ തന്നെ നിലമ്പൂരിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ കണ്ടെത്താൻ CPIM-ന് ഇതുവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആര്യാടൻ ഷൗക്കത്തല്ല, സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിനെതിരെ തന്നെ ഞങ്ങൾ അവിടെ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥിക്കൊന്നും ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല. തോറ്റുപോയവരാണ് എല്ലാവരും. അല്ല, അത് ഞങ്ങൾ തോൽക്കുന്ന എത്രയോ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിൽ മത്സരിക്കുന്നില്ലേ? മലപ്പുറം ജില്ലയിലെ 3 or 4 മണ്ഡലങ്ങളിലല്ലേ ഞങ്ങൾക്ക് ഇതുവരെ വിജയം കുറിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തോൽവിയൊരു ഘടകമായിട്ടൊന്നും കാണണ്ട. ജനാധിപത്യത്തിൽ ഒരു മത്സരമല്ലേ. അത് എവിടെയെങ്കിലും സ്ഥാനാർത്ഥിയെ കിട്ടാൻ ഞങ്ങൾക്ക് പഞ്ഞമുണ്ടായിട്ടുണ്ടോ? നല്ല സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വിഷമമുള്ള കാര്യമൊന്നുമല്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അത് സ്വാഭാവികമല്ല. ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ അവിടെ നിർണായകമായ നിലമ്പൂർ മണ്ഡലത്തിലെ, മലപ്പുറം ജില്ലയിലെ നിർണായകമായ രാഷ്ട്രീയ ശക്തി ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാമല്ലോ, UDF ആണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ഥലത്ത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷം തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ എന്താണ് അവിടുത്തെ മുഖ്യ രാഷ്ട്രീയ ശക്തിയുടെ നിലപാട്, അതിലുണ്ടാകുന്ന ഉൾപ്പിരിവുകൾ എന്താണ്, അത് നിരീക്ഷിക്കുക. അല്ലാതെ അവിടെ വെറുതെ ഇങ്ങനെ കൈയും കെട്ടി കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾ വേണ്ടത്. അപ്പൊ അതെല്ലാം ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ആണ്, രാഷ്ട്രീയപരമായിട്ടുള്ള അടവ് സമീപനമാണ്. അത് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ശരിയാണ്, ഒരു സംശയമില്ല. അങ്ങനെ ഒരു അത് വേണം താനും. പക്ഷെ അൻവർ മത്സരിച്ചാൽ അത് LDFന് ഗുണമാകും എന്നൊരു നിരീക്ഷണം താങ്കൾക്കുണ്ടോ? ഒന്ന്, അൻവർ മത്സരിക്കില്ല. അതിലിവിടെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ നിലപാടിനോടാണ് ഞാൻ യോജിക്കുന്നത്. കാരണം അൻവർ ഒരു ഓലപ്പടക്കം മാത്രമാണെന്നേ. അദ്ദേഹത്തിന് അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അദ്ദേഹത്തിന് ഒരു നിർണായക ശക്തിയാകാൻ കഴിയില്ല. അങ്ങനെ കഴിയാതെ വന്നാൽ പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഭാവിയില്ല. അതുകൊണ്ട് ഈ പറയുന്നതെല്ലാം അദ്ദേഹത്തിന്റെ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ പിടിവള്ളി. അദ്ദേഹം വലിയ നിലയില്ലാ കയത്തിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി, പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു പുൽക്കൊടി കിട്ടുമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദവും ബലവേശലുമാണ്. അതിൽ കോൺഗ്രസ് വീഴുകയും ചെയ്യും. അത് നിങ്ങൾ കണ്ടോളൂ. ആ സമീപനം ഉണ്ടാകും. വീടില്ല എന്നല്ലേ ഇപ്പോൾ സതീശന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്ന? വീടില്ല എന്നല്ലേ മുസ്തഫ? 2-ാം തീയതി വരെ സമയമുണ്ട്. ഇനിയും 3-4 പൂർണ്ണ ദിനരാത്രങ്ങളുണ്ട്. മഞ്ജുഷ, രാഷ്ട്രീയത്തിൽ സംഭവിക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ നടക്കും. കാരണം നിങ്ങൾ ഇവിടെ ഇദ്ദേഹത്തെ തന്നെ നോക്കൂ. അദ്ദേഹം 2011 ആദ്യം ഇടതുപക്ഷത്തിന്റെ കൂടി ഭാഗമാകാൻ കഴിയുന്ന വിധത്തിൽ വരുന്നു. 2016 ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകുന്നു. ഇദ്ദേഹം ശ്രീ പിണറായിയെ കുറിച്ച് പറഞ്ഞത് എന്താ? അന്നേരം പറഞ്ഞത് എന്താ? എന്റെ ബാപ്പയെ പോലെയാണ് എനിക്ക് പിണറായി എന്നാണ്. എന്റെ ബാപ്പയെ പോലെയാണ്. ചത്താലും ഞാൻ LDF വിടില്ല. നിലമ്പൂരിലും കേരളത്തിലും ആകെയും സഖാക്കൾ എനിക്ക് വേണ്ടി മുണ്ട് മുറുക്കി ഇൻകുലാബ് വിളിക്കുകയാണ്. അതുകൊണ്ട് അവരെന്നോട് കാണിക്കുന്ന ആത്മാർത്ഥത, പിന്തുണ ഞാൻ ഇല്ല. നിങ്ങൾ പഴയ വീഡിയോ എടുക്ക്. ഈ മുഹമ്മദ് റിയാസിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പഴയ വീഡിയോ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങളിൽ സർക്കാർ, പ്രത്യേകിച്ച് പൊതുമരാമത്ത് വകുപ്പ്, അതിന്റെ മന്ത്രി എന്ന നിലയിൽ റിയാസ് നടത്തിയിട്ടുള്ള ഇടപെടൽ, അദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഇതെല്ലാം കിടക്കുകയല്ലേ. പഴയ പോസ്റ്റുകൾ എടുത്ത് വെച്ച് വായിച്ചു നോക്കൂ. അവിടെ ഇപ്പോ അദ്ദേഹം പറയുന്ന പിണറായിസമാണ് എന്തോ അദ്ദേഹത്തിന്റെ വലിയ രാഷ്ട്രീയ നിലപാട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ. നിങ്ങളിപ്പോ ഇവിടെ സേനാപതി നമ്മളെ ഓർമ്മിപ്പിച്ചല്ലോ. ജനുവരിയിലാണ് അദ്ദേഹം വിടാൻ തുടങ്ങുന്നത്. ഈ പറഞ്ഞ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിലെ പ്രസംഗം, അന്ന് പിണറായിസത്തെ കുറിച്ച്, ആന്റി പിണറായിസത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യത്തെ 2-3 ആഴ്ചക്കാലം എവിടെയെങ്കിലും അദ്ദേഹം പിണറായിയെ കുറിച്ചോ റിയാസിനെ കുറിച്ചോ LDF ഗവൺമെന്റിനെ കുറിച്ചോ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ചില നെക്സസുകളെ കുറിച്ച് മാത്രമാണ്. കരിപ്പൂർ എയർപോർട്ട്
അവിടുന്ന് പുറത്തേക്ക് കടത്തുന്ന സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, മലപ്പുറത്തെ പോലീസിലെ കുറച്ച് ആളുകൾ, കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസിലെ കുറച്ച് ആളുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില നെക്സസിനെ കുറിച്ചല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം ഇതേപോലെ ഇപ്പോ കോൺഗ്രസിനോട് UDF-നോട് സമ്മർദ്ദം നടത്തുന്നത് പോലെ ഈ പ്രസ്താവനകളൊക്കെ നടത്തിയിട്ട് LDF ഗവൺമെന്റിന്റെ മേൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ നോക്കി, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മേൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ലീഗ് നേതാക്കളെ വീണ്ടും കാണുകയാണ് PV അൻവർ. അബ്ദുൾ വഹാബിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടു. തിരികെ വീട്ടിലെത്തുമ്പോൾ, സ്വന്തം വീട്ടിലെത്തുമ്പോൾ മാധ്യമങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗിനെ ചാരി, ലീഗിനെ ആശ്രയിച്ച് UDF-ൽ കടന്നുകൂടുവാനും തന്റെ ഭാഗം കോൺഗ്രസിനെ കൊണ്ട് സമ്മതിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമം അൻവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ സേനാപതി വേണു, അൻവർ സമ്മർദ്ദം ശക്തമാക്കുന്നത് ലീഗിനെ ചാരിയാണല്ലോ. ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? എന്തിനാണ് ഈ അൻവറിന് ഇപ്പോൾ മുസ്തഫ പറഞ്ഞു കേട്ടല്ലോ, അവസാനം കോൺഗ്രസ് വഴങ്ങുമെന്ന് അൻവറിന് മുന്നിൽ? അല്ല, ഇനിയിപ്പോ അവിടെ ഒരു വഴങ്ങലിന്റെ പ്രശ്നമില്ലല്ലോ. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഓൾറെഡി ഡിക്ലെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാള് നോമിനേഷൻ സമർപ്പണമാണ്. അതുപോലെ തന്നെ അൻവറിന് 2-ാം തീയതി വരെ മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അൻവർ മത്സരിക്കില്ല എന്ന് ശ്രീ മോഹൻ വർഗീസും ഡോക്ടർ VPP മുസ്തഫയും പറഞ്ഞത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് തന്നെയാണ്. കാരണം എന്താ, അൻവർ ആയിട്ടാണ് രാജിവെച്ചത്. ആ രാജിക്ക് കാരണമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നത് അൻവറാണ്. ശ്രീ VPP മുസ്തഫ പറഞ്ഞതിൽ വസ്തുതാപരമായ ഒരു പെശകുണ്ട്. അൻവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നെക്സസ് അല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് എന്ന് തുടക്കത്തിൽ തന്നെ അദ്ദേഹം CPM-ഉമായിട്ട് ബന്ധം പുലർത്തിയ സമയത്ത് അൻവർ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് അത് ഉന്നയിച്ചത്. പക്ഷേ ഇവിടെ ശ്രീ സേനാപതി വേണു പക്ഷേ ഈ ശ്രമം, ഈ കൂട്ടുകെട്ടുണ്ടല്ലോ, അൻവർ കൂടിയേ തീരൂ എന്ന രീതിയിലേക്ക് പോകുന്നത് UDF-ന് അബദ്ധമായി മാറില്ലേ? അൻവർ വേണം ഞങ്ങളുടെ കൂടെ എന്നുള്ള ആ ഒരു നിർബന്ധത്തിൽ പോകുന്നത് ലീഗിനാണല്ലോ ആ നിർബന്ധം കൂടുതൽ. അല്ല, ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഞ്ജുഷെ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരു റിഹേഴ്സലാണ് ഇവിടെ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി വോട്ടുകൾ, അത് കേവലം ഒരു വിജയമോ അല്ലെങ്കിൽ ഒരു സാങ്കേതികമായ വിജയോ പോരാ. ഞങ്ങൾക്ക് അൻവറിന്റെ ചില പ്രതികരണങ്ങളാണ് കാലാവസ്ഥ പ്രതികൂലമാണെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അതായത് അൻവർ അയയുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. അൻവർ ഈ ചേലക്കരയിലും പാലക്കാടും ഒക്കെ കാണിച്ചത് ഇതേ ഡ്രാമ തന്നെയാണ്. അല്ല, അത് തന്നെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ചേലക്കരയിൽ പറഞ്ഞല്ലോ, ഞാൻ ചേലക്കര തെരഞ്ഞെടുപ്പിൽ അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരു KPC വക്താവ് കൂടിയാണ്. അപ്പൊ അന്ന് അദ്ദേഹം കൗതുകകരമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് 3 മുന്നണിയേക്കാളും ചില ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രചരണവും പ്രചരണ വാഹനങ്ങളുമായിരുന്നു മുന്നിൽ. എത്ര ആർഭാടമായ രീതിയിലുള്ള പ്രചരണങ്ങളായിരുന്നു. അപ്പൊ ഞങ്ങൾ 15,000 വോട്ട് പിടിക്കും, 25,000 വോട്ട് പിടിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തി വന്നയാൾ അവസാനം 4,000 വോട്ട് തികഞ്ഞില്ല, 3,900 അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോ ചേലക്കരയിൽ നടത്തിയ അതേ വെല്ലുവിളി അദ്ദേഹം ഇവിടെയും ഒന്ന് നടത്തുകയാണ്. പക്ഷേ ഇവിടെ ഇനി ആ വെല്ലുവിളിക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ സൗമ്യമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അൻവറിന് ഞങ്ങളെ പിന്തുണയ്ക്കാം. ഞങ്ങളെ പിന്തുണച്ചാൽ സ്വാഭാവികമായി അതിന്റെ പ്രതിഫലം അത് അൻവറിന് കിട്ടിയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ ദുശ്ചെയ്തികളെ ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാനുള്ള ഒരു അവസരം അതുണ്ടാക്കി തന്നത് സ്വാഭാവികമായിട്ടും അൻവറിന്റെ രാജിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീ VPP മുസ്തഫ, അൻവർ അന്തം വിട്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും UDF-ൽ കയറി പറ്റാൻ. ഇവിടെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായി നോക്കിയാൽ കോൺഗ്രസിന് ഗുണകരമായ ഒരു സാഹചര്യമാണ്. കാരണം അൻവറിന്റെ കാല് പിടിക്കാൻ പോകുമെന്നും കോൺഗ്രസ് ചെയ്തില്ല. ഇപ്പോൾ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾ CPM-നെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, പ്രമുഖ പാർട്ടിക്ക് സിറ്റിംഗ് സീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു, ചിഹ്നം പ്രശ്നമല്ല എന്ന്. CPM-നെ ഉദ്ദേശിച്ചാണോ? അല്ല, അവർ രാഷ്ട്രീയം പറയാൻ അറിയാത്ത രാഹുലിനോടെല്ലാം എന്ത് മറുപടി പറയാൻ? അതുകൊണ്ട് ഞാൻ നേരത്തെ താങ്കളത് സൂചിപ്പിച്ചപ്പോ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും കേരളത്തിലെ വലിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തേടുന്നത് ഇത് ആദ്യമായിട്ടാണോ? 1957 ഒന്നാമത്തെ ഗവൺമെന്റിൽ 2-3 മന്ത്രിമാർ സ്വതന്ത്രരായി മത്സരിച്ചവരായിരുന്നില്ലേ? ജോസഫ് മുണ്ടശ്ശേരി, ഡോക്ടർ AR മേനോൻ. ഇതൊന്നും അറിയാത്ത ഈ കൂമണ്ഡപത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസ്താവനയെ നിങ്ങൾ വലുതായിട്ട് കാണല്ലാന്നേ.
രാഷ്ട്രീയം പഠിക്കാൻ അവർക്കൊന്നും അറിയില്ല. ഇങ്ങനെ അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ഉപജീവിച്ചു പോകുന്നതാ. നമ്മളെ മുന്നിലുള്ള പ്രശ്നം എന്താ? താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ചതാ, ഈ PV അൻവർ അന്തം വിട്ട് ഓടുകയല്ല, അദ്ദേഹത്തിന്റെ അന്തം പോയി എന്നുള്ളതാണ്. രാവിലെ അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പാണക്കാട്ട് പോയി, പാണക്കാട്ട് നിന്ന് പിന്നെ കോൺഗ്രസ് ഓഫീസിൽ പോയി, കോൺഗ്രസ് ഓഫീസിൽ പിന്നെ നിലമ്പൂരിൽ പോയി, നിലമ്പൂരിൽ ഇപ്പൊ വീണ്ടും പിന്നെ ലീഗ് ഓഫീസിലേക്ക് പോകുന്നു. ഇങ്ങനെ നിങ്ങൾ നോക്ക്, അദ്ദേഹം ഒരു 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 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പിടിവള്ളി തേടിയിട്ട് ഓടി നടക്കല്ലേ. ആരാവുന്ന പറഞ്ഞത്? നിലമ്പൂരിൽ കിങ് മേക്കർ ആവുന്നല്ലേ പറഞ്ഞത്? കിങ് മേക്കർ പോയിട്ട് കിങ് ഫിഷർ പോലും കിട്ടാത്ത ആളായിട്ട് ഓടി നടക്കല്ലേ. അതിനുവേണ്ടി പിന്നെ തപ്പി നടക്കുന്ന ആളെ പോലെ ഓടി നടക്കല്ലേ. അങ്ങനെ പിന്നെ കിങ് ഫിഷർ കഴിക്കുന്നയാള് പറയുന്നത് പോലെ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇങ്ങനെ പുലമ്പുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്കോ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കോ എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തെങ്കിലും സ്ഥൈര്യമുണ്ടോ? സ്ഥിരതയുണ്ടോ? അങ്ങനെ സ്റ്റേബിളായ ഒരു നിലപാട് അദ്ദേഹത്തിനുണ്ടോ? ഈ 5 മാസം നിങ്ങൾ കാണുകയല്ലേ, മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ഒരു കവറേജിൽ അദ്ദേഹം ഭ്രമിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ മഞ്ജുഷ, നിങ്ങൾ ഈ 5 മാസത്തെ അദ്ദേഹത്തെ ഒന്ന് പിന്തുടരൂ. അദ്ദേഹം പാർട്ടി തന്നെ എത്രയായി? അത് നിങ്ങൾക്ക് തന്നെയും ഓർമ്മയുണ്ടോ? ബോധ്യമുണ്ടോ? ചാലക്കരയിൽ മത്സരിക്കുമ്പോ DMK ആയിരുന്നു, കഴിഞ്ഞിറങ്ങിയപ്പോ തൃണമൂലായി, ഇനിയിപ്പോ ഇവിടെ കോൺഗ്രസ് ആവോ ലീഗ് ആവോ എന്നല്ലേ കാണേണ്ടതുള്ളൂ. ഇങ്ങനെ നടക്കുന്ന അന്തം പോയ ഒരാളെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ ചാനലിന്റെ ഒക്കെ വലിയ സമയം കളയേണ്ടതുണ്ടോ? പ്രേക്ഷകർ കാണുന്നതല്ലേ. നമ്മള് നല്ല ഗൗരവമായ രാഷ്ട്രീയ ചർച്ചകൾ, നിലപാടുകൾക്ക് പോകൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഈ വിഷയം ഗൗരവമായിട്ട് വരുന്നത്. യാതൊരു പിന്നെ ഫ്രാക്ചറുമാകാൻ സ്വന്തം നാടായിട്ട് പോലും PV അൻവറിന് സാധിക്കില്ല എന്നുള്ളതാണ് കാണേണ്ടത്. ശരി, കാലാവസ്ഥ പ്രതികൂലം, ബസ്സിൽ എന്തായാലും യാത്ര തുടരും, അത് ചവിട്ടുപടിയിൽ ഇരുന്നായാലും പ്രശ്നമല്ല എന്നാണ് അൻവർ അല്പം മുമ്പ് പറഞ്ഞത്. അതായത് UDF-നോട് സഹകരിച്ച് പോകുമെന്ന് തന്നെയാണ് അല്ലേ ഷാക്കിർ? അങ്ങനെ തന്നെ മനസ്സിലാക്കണം അല്ലേ? എന്തായാലും ലീഗിന്റെ മധ്യസ്ഥ നീക്കമാണ് അവിടെ നടന്നത്. അല്ല, നിങ്ങൾ മുൻധാരണ വെച്ചിട്ട് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ കഥകൾ പ്രചരിപ്പിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ CPM കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. CPM-ന്റെ സിറ്റിംഗ് MLA ആണ് അവിടെ രാജിവെച്ചത്. അൻവറിന്റെ പ്രതികരണം അല്ല, അത് രാവിലെ സംസാരിച്ചതിന്റെ ബാക്കിയാണ്. ഒരു പരിഹാര ഫോർമുല ഉണ്ടാവും ഈ പ്രശ്നങ്ങൾക്ക്. അല്ല, എന്തിപ്പോ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ പ്രശ്നം ഇപ്പൊ തീർന്നില്ലേ? പിന്നെന്തിപ്പോ ഇത് എന്തിനു വ്യക്തിപരമായ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യമല്ലല്ലോ, അതൊരു പാർട്ടിയുടെ കാര്യമാണ്. ആ പാർട്ടിയുടെ കാര്യത്തിന് പാർട്ടിയുടെ തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി നാഷണൽ കമ്മിറ്റിയോട് സംസാരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് വ്യക്തിപരമായി അൻവർ തീരുമാനിക്കട്ടെ, അൻവറിന് ഇരിക്കാൻ പറ്റുന്ന കാര്യമല്ല അത്. പക്ഷെ വ്യക്തിപരമായി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ മത്സരിക്കാനോ അല്ലെങ്കിൽ UDF-നൊപ്പം ചേരാനോ? ഇല്ല, അത് ഞങ്ങൾ യുനാനിമസ് ആയിട്ട് പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാവും. ഇപ്പം നടത്തിയിട്ടുള്ള ഇപ്പൊ ഏറ്റവും അവസാനം ഇപ്പൊ പോയിട്ട് വന്നിട്ടുള്ള ചർച്ചയിൽ ഒരു അനുകൂലമായ സമീപനം ഉണ്ടായോ? പ്രത്യേകിച്ച് എന്തിന്റെ ആനുകൂല്യം? അല്ല, ഈ UDF നിലപാട് ആദ്യം അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അത് ആരെ വ്യക്തമാക്കണം എന്നല്ല ആലോചിക്കാന്ന്. ആരാധ്യം പറയുന്ന ശോകത്തിനെ കുറിച്ച് നീ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ചില ഒരു പരിധി കടന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ വസ്തുതകളാ പറഞ്ഞത്. എങ്ങനെ? അല്ല, ബസ്സിൽ പുറത്തു നിന്നാലും വാഹനത്തിന്റെ പുറത്തിരുന്നാലും ഡോറിൽ നിന്നാലും ബസിന്റെ ബാക്കിലെ കോണിയിൽ നിന്നാലും ലക്ഷ്യത്തിലെത്തൂലേ? ഇപ്പോഴുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പെട്ടെന്നാണെന്ന് കരുതുന്നു. അതെല്ലാം പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ പ്രോബ്ലം സോൾവ് ആവുന്നില്ല, പിന്നെന്താ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത്? ബസിന്റെ കോണിയിൽ നിന്നായാലും അൻവർ യാത്ര ചെയ്യും. അല്ല, അങ്ങനെ തീരുമാനിച്ചാൽ നല്ല മഴയല്ലേ, ഇപ്പൊ കോണിമ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാ. വേനലൊക്കെ ആണെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാം. ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അല്ല, അതാണല്ലോ ബസ്സിലെ കോണി എന്ന് പറഞ്ഞത്. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ സമയത്തും ഇങ്ങനെ എന്താ പറയാ, നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് അസന്തോഷമാവണം, അൺഹാപ്പി ആവേണ്ട കാര്യം? നമ്മളെ ഹെൽത്തിനും കൂടി ബാധിക്കൂലേ? ഐ ആം ഓൾവേസ് ഹാപ്പി. നിങ്ങൾക്ക് ഓരോ ഘട്ടത്തിൽ തോന്നി നമ്മൾ ചിലപ്പോ എല്ലാതും ചിന്തിച്ചിരിക്കുമ്പോൾ ചിലപ്പോ നോക്കുമ്പോ മുഖത്ത് എന്താ പറയാ അങ്ങനെ ഭാവവ്യത്യാസം ഉണ്ടാവും. അത് അൺഹാപ്പി ആയതുകൊണ്ടൊന്നല്ല, അൺഹാപ്പി ആവുന്ന പ്രശ്നവും ഇല്ല, അങ്ങനെ ആരും വിചാരിക്കും വേണ്ട. UDF നേതൃത്വത്തിന് ശേഷം VD സതീശന്റെ പ്രതികരണം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. താങ്കൾ നിലപാട്? ഐ ആം ഓൾവേസ് പോസിറ്റീവ്. പോസിറ്റീവാണ് ഓൾവേസ്.
താങ്കൾ നിലപാട് പറയട്ടെ. ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ആ നിലപാട് അറിയിക്കോ? താങ്കളുടെ നിലപാട് അറിയിക്കോ? ഏതെന്ത് നിലപാട്? വി ഡി സതീശൻ പറഞ്ഞു PV അൻവർ നിലപാട് പറയട്ടെ. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂട്ടിയിട്ട് തീരുമാനിക്കുന്നു. അതാ മറ്റന്നാൾ കൊണ്ട് പ്രശ്നങ്ങൾ തീരും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പ്രശ്നം തുടങ്ങിയിട്ടില്ലല്ലോ. തീരണമെങ്കിൽ എവിടെ പ്രശ്നം തുടങ്ങിയത്? UDF മുന്നണി എന്ത് പ്രശ്നം തുടങ്ങിയത്? ഒരു പ്രശ്നമില്ല. വ്യക്തമാക്കട്ടെ എന്ന് പറയുമ്പോൾ നിലവിൽ അൻവർ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമല്ലേ നിലപാട്? അതെനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഐ ഡോണ്ട് നോ. ഔദ്യോഗികമായ സംസാരം ഇതിനിടെ നടന്നിട്ടില്ല. ഈ പരസ്യ പ്രതികരണം അല്ലാതെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു. കോൺഗ്രസ് നേതൃത്വം പലരും വന്നു പോയത് നിങ്ങൾ തന്നെ കണ്ടാൽ. അതല്ലാതെ വി ഡി സതീശൻ ആ നിലയ്ക്കുള്ള നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ആ നിലക്ക് എന്ന് പറഞ്ഞാൽ KPCC പ്രസിഡന്റുമായിട്ട് ഞാൻ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പൊ ഈ അബ്ദുൾ വഹാബും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആയിട്ട് ഇപ്പം അവസാനം നടത്തിയ ചർച്ചകൾ ഗുണകരമായി എന്നാണോ അങ്ങയുടെ വിലയിരുത്തൽ? കുഴപ്പമില്ല. ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വളരെ ഫ്രൂട്ട്ഫുള്ളാണ്. ഇന്ന് വരെ അദ്ദേഹമായിട്ട് രാഷ്ട്രീയം ഡിസ്കസ് ചെയ്തിട്ട് ഒരു അൺഹാപ്പി ആവേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ ഏറെക്കുറെ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരമായി എന്ന് നമുക്ക് കരുതാം. മറ്റന്നാളത്തെ എങ്ങനെ കരുതിയാലും കുഴപ്പമില്ല. ഒരാള് കരുതുന്നത് കോഴിക്കോട് 2-ാം തീയതി ചേർന്ന UDF യോഗത്തിൽ താങ്കളോട് സഹകരിപ്പിക്കാനുള്ള തീരുമാനം വന്നതാണ്. പക്ഷെ പിന്നീട് അതിന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവും. താങ്കൾ അല്ല, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കോഴിക്കോടാണോ UDF യോഗം? അല്ല, അന്ന് കഴിഞ്ഞു പോയോ? സംസ്ഥാന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. അല്ല, അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ തങ്ങളൊക്കെ അറിയില്ലേ? അന്നും ഒരു പ്രശ്നമുള്ളത് അതുണ്ടാവാത്തത് അസോസിയേറ്റ് അംഗമാണോ അതോ ഘടകകക്ഷിയാണോ? അതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു തർക്കം. അല്ല, അസോസിയേറ്റ് അംഗമാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ. അസോസിയേറ്റ് അംഗം കൂടി അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ UDFന്റെ പാർട്ടല്ലല്ലോ. അല്ലല്ലോ. ആണോ? ആണോ? അത് പറ നിങ്ങള്. ഞാൻ ഇതുവരെ ഈ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ UDFന്റെ ഏതെങ്കിലും നിരക്കിൽ അസോസിയേറ്റോ അല്ലാതെയോ പാർട്ടായിട്ടുണ്ടോ? അങ്ങനെ ഡിക്ലറേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഒന്നും വേണ്ടാത്ത ചോദ്യം മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അപ്പോ ഞാൻ UDFന്റെ പാർട്ടല്ലല്ലോ. അപ്പോ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച്, ഒരു UDF നടത്തുന്ന സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയുന്നതിൽ എന്താ തെറ്റ്? എന്താ അതിൽ തെറ്റ്? PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിക്കുകയാണ്, UDF ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചാൽ ആ അഭിപ്രായം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, UDFന്റെ ഭാഗമാകുമ്പോൾ UDFന്റെ അഭിപ്രായം ആകണമല്ലോ. എനിക്കായിട്ടൊരു അഭിപ്രായം പറ്റില്ലല്ലോ. മിനിഞ്ഞാന്ന് വരെ, ഈ നിമിഷം വരെ ഞാൻ UDFന്റെ പാർട്ടായിട്ടില്ല. PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കൺവീനറോട് നിങ്ങൾ ചോദിച്ച ചോദ്യമാണ്, നിലമ്പൂരിൽ UDF നിശ്ചയിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അതിനെന്താ കുഴപ്പം? അല്ല, അതിനെന്താ കുഴപ്പമെന്ന്? അത്രേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. അസോസിയേറ്റ് അംഗമായി പ്രഖ്യാപിച്ചാൽ പ്രശ്നം തീർന്നു. അല്ല, അത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ടല്ലേ തീരുമാനം. തൃണമൂലിന്റെ മീറ്റിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓൺലൈനും ബാക്കിയുള്ളതൊക്കെ. നമ്മളൊരു ചിന്ന പാർട്ടി തമിഴ്നാട്ടിൽ പോലെ ചിന്ന പാർട്ടി താൻ സ്വാമി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചിന്ന പാർട്ടി മുടങ്ങ പറഞ്ഞില്ലേ. എപ്പോഴും ഐ ആം ഓൾവേസ് എന്താ പറയുക, ഹോപ്പ്ഫുൾ. അന്തം വിട്ടോടുന്ന അൻവർ ഓട്ടം അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ്. UDFൽ എടുക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ആഗ്രഹം. പക്ഷേ അതെന്തായാലും ഇപ്പോൾ നടക്കില്ല എന്ന കാര്യവും വ്യക്തമായി കഴിഞ്ഞു. അൻവർ മത്സരിക്കില്ല എന്ന സൂചന തന്നെയാണ്. ഇരിക്കാൻ പറ്റും നമുക്ക്, അല്ലെങ്കിൽ തമാശയൊക്കെ പറയാം. ലീഗ് നേതാക്കളെ വീണ്ടും അൻവർ കണ്ടു. അതിനുശേഷമാണ് ഭയപ്പെട്ട രീതിയിൽ തന്നെയാണ് PV അൻവറിന്റെ സംസാരം. അദ്ദേഹത്തിന്റെ വാക്കുകളിലും ആ മൃദുത്വം വന്നിരിക്കുകയാണ്. ഇനി UDFുമായി സഹകരിക്കുക എന്നതല്ലാതെ മറ്റൊരു കാര്യവും അൻവറിന്റെ മുന്നിൽ ഇല്ല എന്നതും വ്യക്തമാണ്. ശ്രീ CK ഷാക്കിർ, ലീഗ് ഇതിലൊരു മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട് അല്ലേ? കാര്യങ്ങൾ നിങ്ങൾ അൻവർ പറയുന്നത് കേട്ടിട്ടില്ലേ? അദ്ദേഹം വ്യക്തമായി പറഞ്ഞല്ലോ, UDFന്റെ മുന്നണിക്കകത്ത് നിലവിൽ അൻവർ ഇല്ല. UDFന്റെ സീറ്റാണ് നിലമ്പൂരിൽ എന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. അത് നമുക്ക് 23-ാം തീയതി അന്തം വിടുന്നത് ആരാണ് നമുക്ക് ബോധ്യമാവും. പിണറായി വിജയനും സംഘം ശരിക്ക് ഈ VPP ബസോയുടെ പാർട്ടി അന്തം വിടുക തന്നെ ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട സമയം പറയാൻ സമയം നിങ്ങൾ എനിക്ക് നേരെ സമയം തന്നിട്ടില്ല. അതായത് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നിലമ്പൂരിൽ വരുന്നത്? ആ കഴിഞ്ഞ 2 തവണ ആരാണ് നിലമ്പൂരിൽ ജയിച്ചിട്ടുള്ളത്? ഈ CPMന്റെ സ്ഥാനാർത്ഥിയെ അനുസരിച്ച് ഇടതുപക്ഷ സ്ഥാനം അൻവറല്ലേ?
ആ അൻവർ അവർ തമ്മിലുള്ള ആഭ്യന്തര തർക്കം കാരണം രാജിവെച്ചതല്ലേ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. UDF-നകത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. കോൺഗ്രസിനകത്ത് പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ മാധ്യമങ്ങൾ പരമാവധി ശ്രമിച്ചു. ഒരു ചെറിയ എന്താ പറയാ പ്രതിഷേധം പോലും ഇല്ലാത്ത വളരെ നല്ല രീതിയിൽ കോൺഗ്രസ് അതിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അതിന്റെ ഘടകകക്ഷികൾ സന്തോഷത്തോടെ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചു. വലിയ ഭൂരിപക്ഷത്തിന് ആന്റണി ഷൗക്കത്ത് ജയിക്കും. ആ കൂട്ടത്തിൽ പിണറായി വിജയനോട് വിയോജിപ്പുള്ള ഈ ഭരണത്തിന്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ള ആളുകളൊക്കെ UDF-നോട് ചേർന്ന് നിൽക്കുമെന്നാണ് പ്രതീക്ഷ. ആ കൂട്ടത്തിൽ അൻവറും ഉണ്ടാകും. അത് തന്നെയാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അതിന് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനം ഇതിന് നോക്കൂ. ഷൗക്കത്തിനോടുള്ള നിലപാട് മാറിയിട്ടില്ല. അൻവറിന് ഷൗക്കത്തിനോടുള്ള നിലപാട് മാറിയിട്ടില്ല. അല്ല, അൻവറിന് ഷൗക്കത്തിനോടുള്ള നിലപാട് മാറിയിട്ടില്ല ഷാക്കിർ. അല്ല, ഒരു മിനിറ്റ് കേൾക്ക്. ഇപ്പൊ നിങ്ങൾ നോക്ക്. ഈ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക്, നിലവിലെ സിറ്റിംഗ് MLA ഉള്ള ഒരു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നിലവിലെ സാഹചര്യം മിക്ക വീടുകളും കുറ്റിയിട്ടതാണ്. CPM-ന്റെ ആളുകൾ വിമതന്മാരാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പണച്ചാക്കുകളുണ്ടോ തെരഞ്ഞു നടക്കുകയാണ്. അത് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന ഭയത്തിൽ ആളുകൾ വാതിൽ കുറ്റിയിട്ട് നിൽക്കുകയാണ്. CPM നേതാക്കന്മാരെ പഠിച്ചിട്ട് ഇത്ര വലിയ പാർട്ടിയാണ് ഈ VP മുസ്തഫ CPM-നെ കുറിച്ച് പറയുന്നില്ലേ? എന്താ നിങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്? നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? ഏതെങ്കിലും അസന്തുഷ്ടരുണ്ടോ, അല്ലെങ്കിൽ മറ്റു വല്ല സമവാക്യങ്ങൾ പിടിക്കാൻ കഴിയാൻ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ നഷ്ടങ്ങളുണ്ടെങ്കിൽ ഈ 9 വർഷക്കാലത്തെ ഭരണം നിങ്ങൾ കേരള ജനതയ്ക്ക് അനുകൂലമായി നിന്നതാണെങ്കിൽ നിങ്ങൾ അഞ്ചടത്തോടെ തെരഞ്ഞെടുപ്പ് നേരിടമാ. നമുക്ക് കാണാൻ പോകയിൽ നിങ്ങൾ നോക്ക്. കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ എയർപോർട്ട്, 6 മെഡിക്കൽ കോളേജ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തു പോയപ്പോ ഈ 9 വർഷമായി 700 ബാർ, 3000 കള്ള് ഷാപ്പ്, മുതലാളിമാർക്ക് ടീച്ചർ സദസ്, നവകേരള ബസ്, ഇതല്ലാത്ത എന്താണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് കേരളത്തിൽ? നിങ്ങൾ ചർച്ച ചെയ്യാമോ? രാഷ്ട്രീയം ചർച്ച ചെയ്യും. ആ സമയത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി അതിൽ ആളുകളെ കെട്ടിയിടാമെന്ന് നിങ്ങൾ വ്യാപരിക്കണ്ട. ഞങ്ങൾ പറഞ്ഞല്ലോ 2026 ഈ പിണറായി വിജയനോട് കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്നേക്കും അവസാനിക്കുകയാണ്. അതിന്റെ തുടക്കമായിരിക്കും നിലമ്പൂരിൽ ഈ മോഹൻ വർഗീസ്. അൻവർ എന്തായാലും വഴങ്ങി എന്ന കാര്യം വ്യക്തമാണല്ലോ. അൻവർ വെറുതെ ഈ UDF-നെ സമ്മർദ്ദത്തിലാക്കാൻ എങ്ങനെയെങ്കിലും UDF-ൽ കയറിപ്പറ്റി അവിടുന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകൾ ഇപ്പോൾ തന്നെ ഉറപ്പ് മേടിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ആ സമ്മർദ്ദത്തിന് അടിപ്പെടാതിരുന്നത് കോൺഗ്രസിന്റെ മിടുക്കാണല്ലോ. അൻവർ ഇപ്പോൾ തണുത്തു. എന്തായാലും തൽക്കാലം ശ്രീ മഞ്ജുഷ് സംബന്ധക്കാരൻ എന്ന സ്റ്റേറ്റസിൽ നിന്നും മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ നാളെ ഒരു പക്ഷേ വേളി നടക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ അൻവർ പങ്കുവയ്ക്കുന്നുണ്ട്. ആ രീതിയിലാണ് അൻവർ പത്രക്കാരോട് സംസാരിച്ചത്, മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ പൊരുളതാണ്. ഇപ്പം ഇവിടെ കോണിയുടെ കാര്യമൊക്കെ അൻവർ പറഞ്ഞു. എനിക്ക് ബസ്സിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ കോണിയിൽ നിന്നാണെങ്കിൽ പോലും യാത്ര ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ലീഗിൻ്റെ കോണി പുറത്തോട്ട് വരുന്നുണ്ടോ? ബസ്സിൻ്റെ കോണിയായി അത് വരുമോ? പക്ഷേ UDF-ൻ്റെ ബസ്സിൽ ഒരു ടൈറ്റിൽ കാണുന്നുണ്ട്, കയ്യും തലയും പുറത്തിടരുത്. ആരും തന്നെ UDF-ൽ ഇപ്പോഴുള്ള കക്ഷികൾ ആരും തന്നെ ഒരു കൈ സഹായം അകത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് അൻവറിന് കൊടുക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ഭിക്ഷാന്തേഹി എന്ന നിലയിലുള്ള അൻവറിൻ്റെ സ്റ്റേറ്റസ് തുടരുകയാണ്. പക്ഷേ 2-3 ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് UDF മൊത്തത്തിലെടുക്കുന്ന, കോൺഗ്രസ് എടുക്കുന്ന ഒരു ടേംസ് അല്ലെങ്കിൽ ഒരു നിലപാട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്ന സൂചനയാണ്. പക്ഷേ UDF അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രഹേളികയുണ്ടല്ലോ, അത് ഈ പറയുന്ന കിങ് ഫിഷർ ഇഫക്റ്റാണ്. കിങ് ഫിഷർ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു മദ്യത്തിൻ്റെ ഇഫക്റ്റ് ഒന്നുമല്ല കേട്ടോ. അത് ഈ മരംകുത്തിയാണ്. മരംകുത്തിക്ക് ഈ നീളത്തിലുള്ള ചുണ്ടുണ്ട്. അപ്പോൾ എവിടെയാണോ, ഏത് മുന്നണിയിലാണോ കയറിപ്പറ്റുന്നത്, ആ മുന്നണിയാകുന്ന വള്ളം തുരക്കാനുള്ള ആ ഒരു ചുണ്ട് അത് രാഗി മിനുക്കുന്ന ഒരു തിരക്കിലാണിപ്പോൾ. ആ രാഗി മിനുക്കിയ ചുണ്ടുകൊണ്ട് അൻവറിൻ്റെ UDF പ്രവേശനം സാധ്യമായാൽ ഒരുപക്ഷെ ഘടകകക്ഷി, പൂർണ്ണ ഘടകകക്ഷി അല്ല എങ്കിൽ പോലും ഒരുപക്ഷെ KK രമ നിൽക്കുന്നത് പോലെ ഒരു സ്റ്റേറ്റസിലേക്ക് നിൽക്കാൻ സാധിച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹി നിലമ്പൂരിൽ ജയിക്കുകയാണെങ്കിൽ അവിടെ അൻവറിന് ആ ക്രെഡിറ്റ് കൂടെ സ്വന്തമാക്കാൻ പറ്റും. ഇല്ല, ഞാനും കൂടെ ഉള്ളത് കൊണ്ടാണ് ജയിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് ചർച്ച സജീവമാക്കി നിർത്തുവാൻ പറ്റും. അപ്പോൾ അതാണ് ഉചിതം എന്ന് അൻവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ മരണമാണെന്ന് അദ്ദേഹത്തിന് അറിയാം, അല്ലേ? അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. അതാണ് സെൻസ് എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരന് അത്യാവശ്യം അൻവർ ഇത്രയും വരെ എത്തിയില്ലേ? ഒന്നുമില്ലെങ്കിൽ കഴിഞ്ഞ ഒരാണ്ട് മുഴുവൻ മാധ്യമ കണ്ണിൽ നിറഞ്ഞു നിന്ന 2 പേരിൽ ഒരാൾ ശശി തരൂറാണ്, മറ്റേയാൾ അൻവറാണ്. ഈ 2 പേർക്കും ലഭിച്ച മാധ്യമ ശ്രദ്ധ മറ്റാർക്കും കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും ലഭിക്കാത്ത അത്ര ശ്രദ്ധ ഒരു ചിഹ്ന പാർട്ടിയുടെ നേതാവിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇത് മാക്സിമമാണ്. ഇദ്ദേഹം പീക്കിൽ നിൽക്കുകയാണ്.
അവിടെ നിന്നും ഈ ഉണ്ട് എന്ന് കരുതുന്ന ഒരു ബലമൊന്നും ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല. അൻവറിൻ്റെ പീക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരു കൗതുകമുണ്ടായി കഴിഞ്ഞ വർഷം അൻവർ എടുത്തൊരു നിലപാടിൽ കേരളത്തിനൊരു കൗതുകമുണ്ടായി. ഒരുപാട് പേര് അൻവറിൻ്റെ വാക്കുകൾക്ക് കാതോർത്തു, അദ്ദേഹത്തിൻ്റെ യോഗങ്ങൾക്ക് എത്തി എന്നത് കറക്റ്റാണ്. പക്ഷേ ഇന്ന് ആ പുതുമ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആൻറ്റി പിണറായിസമാണ് അൻവറിൻ്റെ മുദ്രാവാക്യമെങ്കിൽ അത് തീർച്ചയായും UDF അതിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ ഒരു പരിധിവരെ BJP യും ഉണ്ട്. അതുകൊണ്ട് അൻവർ അനിവാര്യനൊന്നുമല്ല. അതുകൊണ്ട് അൻവർ അർഹിക്കുന്ന ഒരു ചെറിയ ഇടം ലഭിക്കുമോ എന്ന് മാത്രമേ ഇനി നോക്കാനുള്ളൂ. അതുകൊണ്ടാണ് അൻവർ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കുന്നത്. ഏറ്റവും വൈകി കണ്ട അൻവറിൻ്റെ വാക്കുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു അവലോകനം മാത്രമാണ്. അതിൽ കാണുന്നത് അൻവർ മയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുന്നു എന്ന് പറയുന്നത് ശരിയല്ല, പക്ഷേ അദ്ദേഹം മയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 2 ദിവസം വഴിയാധാരമായി എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുകയുമില്ലല്ലേ? ശ്രീ VPP മുസ്തഫ, വഴിയാധാരമാകണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അങ്ങനെ തന്നെയാണോ ഇപ്പോൾ കണക്കാക്കുന്നത്? വഴിയാധാരമായി എന്നാണോ? പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു കോൺഗ്രസ് വഴങ്ങുമെന്ന്. പക്ഷെ കോൺഗ്രസ് വഴങ്ങിയിട്ടില്ല. അല്ല, കോൺഗ്രസ് വഴങ്ങുമെന്ന് ഞാൻ പറയുന്നത് എന്താ, ഇദ്ദേഹത്തിന് എന്തെങ്കിലും വലിയ പദവിയോ സ്ഥാനങ്ങളോ ഒന്നും കൊടുക്കുന്നല്ല. കോൺഗ്രസ് PV അൻവർ സ്വതന്ത്രനാവാതിരിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയാകാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തും. അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിലേക്ക് എത്താൻ ലീഗിന്റെ സഹായം തേടുന്നു. പക്ഷെ ഇവിടെ ലീഗിന്റെ പ്രതിനിധി മഞ്ജുഷ വലിയ വെല്ലുവിളി നടത്തുകയല്ലേ. ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ ഭരണമായിരിക്കും. മഞ്ജുഷ ഓർമ്മിക്കുമല്ലോ, 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷം തോറ്റു. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി തോറ്റു, ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തോറ്റു. പക്ഷെ കേരളത്തിൽ UDF ജയിച്ചു, ഇടതുപക്ഷം പിറകിൽ പോയി. അന്ന് KPCC പ്രസിഡന്റ് ശ്രീ AK ആന്റണി ആയിരുന്നു. അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, ഇനി 100 വർഷത്തേക്ക് കേരളത്തിൽ CPM വരില്ല എന്നാണ്. പക്ഷെ 100 വർഷം എന്നുള്ളത് 3 വർഷമേ വേണ്ടി വന്നിട്ടുള്ളൂ. 1980 കോൺഗ്രസിൽ നിന്ന് AK ആന്റണി ഉൾപ്പെടെ LDFന്റെ കൂടെ വന്ന് EK നായനാർ മുഖ്യമന്ത്രിയായി. അതുകൊണ്ട് ലീഗ് നേതാവ് അമ്മാതിരി വെല്ലുവിളിയൊന്നും നടത്തണ്ട. ഇനി മലപ്പുറം ജില്ല തന്നെ നിങ്ങൾ നോക്കിക്കോ, കുറ്റിപ്പുറം, നിങ്ങളുടെ പൊന്നാപുരം കോട്ടയിൽ നിങ്ങളുടെ സാക്ഷാൽ നേതാവിനെ അല്ലേ KT ജലീൽ തോൽപ്പിച്ചത്. തവനൂർ മണ്ഡലത്തിൽ അദ്ദേഹം 2 തവണ വിജയം ആവർത്തിച്ചില്ലേ. നിങ്ങളുടെ കയ്യിൽ കുത്തകയായിരുന്ന താനൂര് 2 തവണ ഞങ്ങൾ പിടിച്ചെടുത്തില്ലേ. V. അബ്ദുറഹ്മാൻ ഇപ്പോ കേരളത്തിന്റെ മന്ത്രിയായില്ലേ, താനൂരിന്റെ MLA. അതുകൊണ്ട് ലീഗിന്റെ കോട്ട പോലെ ഇളകാത്തതല്ല. പെരിന്തൽമണ്ണ നിങ്ങൾ കഴിഞ്ഞ തവണ 2021 38 വോട്ടിന് കഷ്ടിച്ച് കടന്നുകൂടിയതല്ലേ നജീബ് കാന്തപുരം. അവിടെ മലപ്പുറത്ത് തന്നെ CPM വലിയ നിലയിൽ ലീഗിന്റെ തന്നെ അടിവേരിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വല്ലാത്ത പ്രഖ്യാപനങ്ങളൊന്നും ഇതെന്തോ വലിയ അവസാനത്തെ ഭരണമാകും അങ്ങനെയൊന്നും നടത്തി പണ്ട് ആന്റണി കണ്ട സ്വപ്നം പോലെ ആവണ്ട. അതുകൊണ്ട് ലീഗൊക്കെ വലിയ പ്രയാസത്തിലാണ്. തുടർച്ചയായിട്ട് 10 വർഷം അധികാരമില്ലാതിരുന്നപ്പോൾ എങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഈ PV അൻവറിനെ നഷ്ടപ്പെടാതിരിക്കാൻ ലീഗ് നോക്കുന്നത്. ഇനിയും ഒരു നഷ്ടമുണ്ടായാൽ ലീഗ് സഹിക്കാൻ പറ്റില്ല, ഭരണമില്ലാത്ത കാലം. അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസിന് വേണ്ടെങ്കിലും അൻവറിനെ നിലനിർത്താൻ വേണ്ടി, കൂടെ നിർത്താൻ വേണ്ടി ഇതെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവർ വരുമ്പോ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം നിൽക്കുകയാണ് ശരിയായ നിലയിൽ. കാരണം യാതൊരു രാഷ്ട്രീയ ധാർമ്മികതയും ഇല്ലാതെ, നിലപാടിൽ ഒരു സ്റ്റേബിളായ സംഗതിയുമില്ലാതെ ഇങ്ങനെ പോയ ഒരാൾ, നേരത്തെ സാക്ഷാൽ പിണറായിയെ എന്റെ ബാപ്പയ്ക്ക് സമാനമാണെന്നും ചത്താലും LDF ഇടില്ല എന്നും പറഞ്ഞ പിണറായിയും റിയാസും ഒക്കെ മികച്ച ഭരണാധികാരികളാണ്. അവർ നിലമ്പൂരിനെ വലിയ നിലയിൽ വികസനത്തിലേക്ക് എത്തിച്ചു LDF ഗവൺമെന്റ് എന്ന് പറഞ്ഞ അവിടുത്തെ MLA, ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള MLA ആയിരുന്ന അൻവറിന്റെ വാക്കുകൾ ആ നാട്ടിലെ ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് വെച്ചിട്ടാണ് ഇടതുപക്ഷം അവിടെ പ്രവർത്തിക്കുന്നത്. ആ മുന്നേറ്റമാണ് നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി. ഷാക്കിർ ഒരു പരിഹാസവും കൂടി നടത്തുകയുണ്ടായി ശ്രീ VPP മുസ്തഫ. ഇപ്പോൾ ഓരോ വീട്ടിലും പൊതുസമ്മതനെ തേടി നടക്കുകയാണ് CPM എന്ന്, കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് രാഷ്ട്രീയ ചരിത്രം അറിയില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? മുണ്ടശ്ശേരി മാഷിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടെന്നേ. മുണ്ടശ്ശേരി മാഷ് ആരാ? അദ്ദേഹം CPMന്റെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറൊന്നും ആയിരുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയിലുള്ള പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനെതിരെ വലിയ നിലപാട് സ്വീകരിച്ച വലിയ സമീപകാലത്തേക്ക് വരാം. തൃക്കാക്കരയിൽ നിങ്ങളുടെ പരീക്ഷണം പാളിപ്പോയല്ലോ. അല്ല, പരീക്ഷണം പാടിയതും വിജയിച്ചതും എല്ലാം ഉണ്ടെന്ന്, എല്ലാം ഉണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ ഈ പരീക്ഷണങ്ങളെല്ലാം വിജയിച്ചില്ലേ?
പഴയ കോൺഗ്രസ്സുകാരനായിരുന്ന PV അൻവർ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വന്ന് വിജയിച്ചില്ലേ? പഴയ കോൺഗ്രസ്സുകാരനായിരുന്ന VF റഹ്മാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി വന്ന് വിജയിച്ചില്ലേ? പഴയ ലീഗുകാരനായിരുന്ന KT ജലീൽ ഇടതുപക്ഷത്തിന്റെ കൂടെ വന്ന് വിജയിച്ചില്ലേ? ഇങ്ങനെ വിജയിച്ച പരീക്ഷണങ്ങളും അടുത്ത കാലത്ത് ഇതേ മലപ്പുറം ജില്ലയിലില്ലേ? അങ്ങനെ നമ്മുടെ മുമ്പിലില്ലേ? അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങൾ, അതുകൊണ്ട് ഇവർക്ക് വേവലാതിയാ. ഇവരുടെ കൂടെയുള്ള ആളുകൾ ഇങ്ങനെ ഇടതുപക്ഷം വന്ന് വാതിലിൽ മുട്ടുമ്പോ ഇറങ്ങി വരികയല്ലേ? എന്താ ഇവർക്ക് ഉറപ്പിച്ച് നിർത്താൻ കഴിയാത്തത്? ഇവരുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇവരുടെ കൂടെയുള്ള ആളുകളെ ഇവരുടെ നിലപാടിനൊപ്പം ഉറപ്പിച്ച് നിർത്താൻ ശ്രീ മോഹൻ വർഗീസ്, സ്ഥാനാർത്ഥി വൈകുന്നതിൽ LDF പരിഹസിക്കേണ്ടതുണ്ടോ? ശരിയാണ്, ഇത്തവണ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ കുറവാണ്, പ്രചാരണത്തിന് ദിവസങ്ങൾ കുറവാണ്, തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ്. ഈ വൈകുന്നതിൽ ഒരു പരിഹാസം LDF-നെതിരെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് CPM-നെതിരെ. LDF-ന് ഒരു രീതിശാസ്ത്രമുണ്ട്. എക്കാലത്തും UDF സ്വതന്ത്രർ എന്ന ഒരു സങ്കല്പം അത്യപൂർവമായി മാത്രമേ വരാറുള്ളൂ. പക്ഷേ LDF സ്വതന്ത്രർ എന്ന് പറയുന്നത് LDF-ന്റെ അടവ് നയത്തിൻ്റെ ഭാഗമാണ്. ഒറ്റ കരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കാനാവാത്ത മണ്ഡലങ്ങളിൽ സമാന മനസ്കരായ ആളുകളെ അല്ലെങ്കിൽ മറുഭാഗത്ത് നിന്ന് അടർത്തിയെടുത്ത ആളുകളെ നിർത്തി, നേരത്തെ പറഞ്ഞല്ലോ, TK ഹംസയുടെ കാര്യം പറഞ്ഞു, ജലീലിൻ്റെ കാര്യം പറഞ്ഞു, അബ്ദുറഹ്മാൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ തന്നെ മലപ്പുറം ജില്ലയുടെ സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെ എല്ലാം തന്നെ ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയിൽ കടന്നു കയറാൻ തക്ക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്വാധീന മേഖലയിൽ കടന്നു കയറാൻ തക്ക ഒരു ഇച്ഛാശക്തിയുണ്ട് LDF-ന്. ആ ഇച്ഛാശക്തി കാണുന്നത് ഒരു 30,000 വോട്ടിൻ്റെ ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. സ്ട്രെച്ച് ചെയ്താൽ 40,000 വോട്ട് വരെ കാണും. അതിന് പുറത്തൊരു സ്വതന്ത്രന് പിടിക്കാൻ സാധിച്ചാൽ അത് വിജയത്തിലേക്കുള്ള വഴിയാകും എന്നതുകൊണ്ടാണ് PV അൻവർ 2 പ്രാവശ്യം വിജയിച്ചു വന്നതും. അല്ലാതെ PV അൻവറിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. അത് മാത്രമല്ല, ഒരു അടവ് നയമാണ്. ഇപ്പോഴങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞാൽ, PV അൻവർ കൂടെ മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ത്രികോണ മത്സരം വന്നാൽ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ 2 ചിതറി പോകും. ഒരു വശത്ത് PV അൻവർ കുറച്ച് വോട്ടുകൾ പിടിക്കും, ആൻറ്റി പിണറായി വോട്ടുകൾ പിടിക്കും, അതുപോലെ UDF-ഉം പിടിക്കും. ആ ഒരു വിടവിൽ കയറി വരാനാവും എന്ന ആഗ്രഹം LDF-ന് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിലേക്കാണ് ഒരുപക്ഷെ LDF സ്വതന്ത്രൻ എന്ന ഒരു രീതിയിലേക്ക് നീങ്ങുന്നത്. അതിന് പറഞ്ഞു കേൾക്കുന്ന പല തോമസ് മാത്യു സാറിൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നു, അതുപോലെ മറ്റു പല ലോക്കൽ നേതാക്കളുടെ പേര്, M സ്വരാജിൻ്റെ പേര് പോലും വരുന്നു. അപ്പം അത് അരിവാൾ ചുറ്റിക നക്ഷത്രം രാഷ്ട്രീയ മത്സരം CPM നടത്തുന്നതല്ലേ നല്ലത്? ഇപ്പോൾ പൊതുസമ്മതനായ ഒരു സ്വതന്ത്രൻ എന്നുള്ളത് നിലമ്പൂർ മണ്ഡലത്തിൽ ബുദ്ധിമുട്ടാണ് CPM-ന്. ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള അന്തരീക്ഷമില്ല. M സ്വരാജ് എന്ന ഒരു വലിയ റിസോഴ്സ്, സ്വരാജ് ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ പോലെ ഒരാളെ ഇപ്പോൾ ജെയ്ക്സി തോമസിനെ ഉമ്മൻചാണ്ടിയുടെ മകനെതിരെ അല്ലെങ്കിൽ പിന്നെ അവിടെ പുതുപ്പള്ളി മണ്ഡലത്തിൽ മത്സരിപ്പിച്ചതുപോലെ ഒരു സാഹസത്തിനൊന്നും മുതിരില്ല. അതുകൊണ്ട് ഉറപ്പുള്ള സീറ്റൊന്നുമല്ല ഇത്, കയ്യാലപ്പുറത്തെ സീറ്റല്ല. അൻവർ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിലമ്പൂർ ഒരു കടുത്ത മത്സരം ഉണ്ടാകൂ. അല്ല എങ്കിൽ ഇത് അഡ്വാൻറ്റേജ് കോൺഗ്രസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് UDF. അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഒരു നല്ലൊരു വലിയൊരു നേതാവിനെ, CPM നേതാവിനെ നിർത്തി മത്സരിക്കാൻ തക്ക മൗഢ്യമൊന്നും CPM കാട്ടുമെന്ന് കരുതാനാവില്ല. അതുകൊണ്ട് ഒരു അടവ് നയത്തിൻ്റെ ഭാഗമായി ഒരു പൊതുസമ്മതനെ തേടാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ സരിനെ മാതിരിയുള്ള ഒരു പരീക്ഷണം ഒരിക്കൽ ബാക്ക് ഫയർ ചെയ്തതുകൊണ്ട് അതുപോലെ കോൺഗ്രസിൽ നിന്നും കടന്നു വരുന്ന ഒരു അസംതൃപ്തിനെ നിർത്താനുള്ള സാധ്യത വളരെ കുറവുമാണ്. അങ്ങനെ ഒരു അസംതൃപ്തി ഇല്ല താനും, ഇപ്പോഴങ്ങനെ ഇല്ല. അതുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാവുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ ആണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിന് നറുക്ക് വീണില്ല എങ്കിൽ അദ്ദേഹത്തെ നിർത്താം എന്നൊരു ധാരണ ഒരു പക്ഷേ ഉണ്ടായിരുന്നു. ആ ധാരണയെക്കുറിച്ചാണ് ഒരു പക്ഷേ അൻവർ വാചാലനായത്. ആ ധാരണയുടെ ഭാഗമായി ഷൗക്കത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് UDF നേതൃത്വം പറയുന്നത്. സേനാപതി, ഇപ്പോഴും അൻവർ അതേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഷൗക്കത്തിനെ പറ്റിയുള്ള ആ കാര്യങ്ങൾ ഇന്നും പറഞ്ഞു, അല്പം മുമ്പും പറഞ്ഞു LDF-ഉമായി ചർച്ച നടത്തിയ ആളാണെന്ന് സ്വതന്ത്രനാകാൻ. അദ്ദേഹം കുറച്ചു മുമ്പ് പറഞ്ഞ് വളരെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയോര മേഖലയിലെ ക്രൈസ്തവ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ജോയി മത്സരിക്കണമായിരുന്നു. ജോയിക്ക് ഗോഡ് ഫാദർമാരില്ലാത്തത് കൊണ്ടാണ് ജോയിക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയത് എന്നൊക്കെ. ഇതൊക്കെ അൻവർ എന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ പറയാം. അദ്ദേഹത്തിന് പറയാം, എന്താ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്ത് ഇടതുപക്ഷവുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷെ അതിലൊന്നും ഒരു വസ്തുതയില്ല എന്നും ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരാള് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഒക്കെ മത്സരിക്കും എന്നുള്ളത് ചില ആളുകൾ പ്രചരിപ്പിച്ച കള്ളത്തരങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിലും അദ്ദേഹം പറഞ്ഞത് സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് മാത്രമേ
എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. എൻ്റെ മയ്യത്തെടുക്കുമ്പോഴും അതിൻ്റെ മുകളിൽ പുതപ്പിക്കുന്നത് എൻ്റെ ബാപ്പ പുതച്ച ആ കൊടി തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട്, അതായത് ഈ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത്, വളരെ വൈകാരികമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത്, KPCCയുടെ ജനറൽ സെക്രട്ടറി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ഇപ്പം അൻവറിനെ പോലുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ടാകാം, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത്രയും വൈകാരികമായി ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയുന്നത് പോലും അതൊരു പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അൻവർ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനിയിപ്പം ഇതിനകത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം എന്ന പേരിലായിരിക്കാം. പക്ഷെ ഏതായാലും ഇപ്പോൾ അൻവറിന്റെ ശബ്ദം അത് എത്രമാത്രം മയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പാലക്കാട് വെച്ച് അന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താ? രമ്യ ഹരിദാസിനെ കോൺഗ്രസ് പിൻവലിക്കട്ടെ, എന്നിട്ട് ഞാൻ ചർച്ചയ്ക്ക് ആലോചിക്കാമെന്നല്ല. ഇന്ന് അദ്ദേഹം എത്ര സൗമ്യനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ തന്നെ പ്രതികരിച്ചത്. അൻവർ നിലപാട് സ്വീകരിക്കണം. ആ നിലപാട് മറ്റൊന്നുമല്ല, ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പിണറായിസം, ആ പിണറായിസം അവസാനിക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അല്ലെങ്കിൽ കേരളം വലിയ പ്രതിസന്ധി. VPP മുസ്തഫ പറയുന്ന പോലെയൊന്നുമല്ല. സ്കൂൾ പരീക്ഷ നടന്ന അവസാന ദിവസം, SLC പരീക്ഷയുടെ അവസാന ദിവസം മാർച്ച് 26-ാം തീയതി 11:10 15 പരീക്ഷ അവസാനിപ്പിക്കുന്നു. 11:20 ആകുമ്പോഴേക്കും കുട്ടികളെ വന്ന് മാതാപിതാക്കൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്കൂളിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ആരെങ്കിലും അവന്റെ തലയ്ക്ക് അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ ചിറ്റിയേക്ക് ഇടിച്ചു കൊല്ലും, അല്ലെങ്കിൽ ലഹരി മാഫിയ തട്ടിക്കൊണ്ട് പോകുമെന്ന് സ്കൂളിൽ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കേരളം എത്തി നിൽക്കുന്നു. പെട്ടെന്നൊരു മറുപടി VPP മുസ്തഫ, ഇതൊരു രാഷ്ട്രീയ ചർച്ച കൂടിയാവുന്നത് കൊണ്ടാണ്. ശരി, അല്ലെങ്കിൽ താങ്കൾക്ക് അവസരം കിട്ടിയില്ല എന്ന് പറയും. സേനാപതി ഇങ്ങനെ ചില തമാശകളിലൊക്കെ പറയും. അന്ന് പറഞ്ഞത് എന്താ? നമ്മൾ പല സ്കൂളിലും കണ്ടത് ഈ സമീപകാലത്ത് ന്യൂ ജനറേഷന്റെ ചില പ്രവണതകളുടെ ഭാഗമായിട്ട് അവസാന ദിവസം കുട്ടികൾ പുസ്തകങ്ങളൊക്കെ വലിച്ചെറിയുന്നു, അവര് തമ്മിൽ ചില ക്ലാഷുകൾ ഉണ്ടാകുന്നു, അവിടെ അനഭിലഷണീയമായിട്ടുള്ള കാര്യങ്ങൾ പല ക്യാമ്പസുകളിലും നടക്കുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ അധ്യാപക രക്ഷാകർതൃ സമിതി ഇടപെടണം, രക്ഷിതാക്കൾ വരണം എന്നുള്ളതാണ്. മറ്റു തരത്തിലുള്ള ലഹരി മാഫിയക്കെതിരെയും മറ്റു തരത്തിലുള്ള ഇടപെടലുകളും എല്ലാം വളരെ ശക്തമായിട്ട് കേരളം എന്തായാലും PV അൻവർ വഴങ്ങിയിരിക്കുകയാണ്. പാലക്കാടും ചേലക്കരയിലും കാട്ടിയ അതേ ഡ്രാമ തന്നെയാണ് PV അൻവർ ഇപ്പോൾ നിലമ്പൂരിലും കാട്ടിയിരിക്കുന്നു. പക്ഷേ അതിന് കോൺഗ്രസ് നിന്നുകൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ അൻവറിന്റെ വാക്കുകളിൽ മിതത്വം വന്നിരിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: അൻവർ മത്സരിച്ചാൽ UDFന് തിരിച്ചടിയാകുമോ? തിരിച്ചടിയാകുമെന്ന് 45% പ്രേക്ഷകർ, ഇല്ല എന്ന് 51%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.